ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മളെടുക്കുന്ന പാട്ട് ബാലേട്ടൻ സിനിമയിലെ ഇന്നലെ എൻ്റെ നെഞ്ചിൽ. നമുക്ക് ആ പാട്ടെടുക്കാം. ആ പാട്ട് നമുക്കറിയാം, അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ. അതേസമയം അതിനെ പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അവൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാർ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എന്നോടൊരു സ്റ്റുഡൻ്റ് ഇത് എടുക്കാൻ ആവശ്യപ്പെട്ടത്. ആദ്യം പറഞ്ഞപ്പോൾ എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് പാട്ട് കേട്ടപ്പോൾ എന്നെ ആ പാട്ടങ്ങ് വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. കാര്യം ഒരച്ഛൻ മിസ് ചെയ്യുമ്പോഴേ ഒരു മക്കൾക്കുണ്ടാകുന്നൊരു വേദന ആ പാട്ടിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിസ് ഇപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കാൻ എളുപ്പമുള്ള പാട്ട്. രാഗം കാപ്പ് രാഗം ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. നമുക്കത് ഡി മൈനർ സ്കെയിൽ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതേസമയം നമുക്ക് അതിന് പറ്റിയ കോഡ്സ്, പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ബോർഡിൽ എഴുതാറുള്ള പോലെ ബിയുടെ കോഡ്സ് ഓർഡറായിട്ട് അതും പഠിക്കാം. അപ്പോൾ നമുക്ക് കീബോർഡിലേക്ക് നോക്കിയാൽ നമ്മളീ പാട്ടിന് ഇവിടുന്ന് ഇവിടം വരെയാണ് ഈ പാട്ടിൻ്റെ ലെന്ത് വരുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള കേസിലാണ് ഈ പാട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാട്ടിന് ഡി മൈനർ ഹാർമോണിക് മൈനറിലാണ് നമ്മൾ ഈ പാട്ട് വായിച്ച് മിസ് കാണിക്കുന്നത്. പക്ഷേ ഹാർമോണിക് മൈനറിൽ ഈ ഒരു സ്വരം വരും. പക്ഷെ നമ്മൾ അതിന് പകരം ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിസ് അതിൻ്റെ സ്കെയിൽ പല ഇതിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുണ്ട് ഡി, ഇ, എഫ്, ജി, എ, ബി ഫ്ലാറ്റ്, സി ഷാർപ്പ്, ഡി. അപ്പോൾ ഇതാണ് ഡി ഹാർമോണിക് മൈനർ. പാട്ടിൻ്റെ രാഗം കാപ്പ് രാഗം ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. മേളകർത്ത രാഗമായ 22ാമത് രാഗമായ കരവരപ്രിയയുടെ ജന്യരാഗമാണ് കാപ്പ് രാഗം. അപ്പോൾ കാപ്പ് രാഗത്തിൻ്റെ സ്വരസ്ഥാനം എങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് ആരോഹണം 5 സ്വരവും അവരോഹണം 7 സ്വരവുമാണ്. അപ്പോൾ ആരോഹണം വരുന്നത് ഇങ്ങനെയാണ്: ഷഡ്ജം, ചാതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമ, പഞ്ചമ, കാകളി നിഷാദം, ഷഡ്ജം. അപ്പം ഇതിൻ്റെ അകത്ത് ഗാന്ധാരവും ദൈവതവും വന്നിട്ടില്ല. ആരോഹണത്തിൽ ഈ 2 സ്വരം വന്നിട്ടില്ല. അവരോഹണത്തിൽ ഷഡ്ജം, കൈഷികി നിഷാദം. ആരോഹണത്തിൽ കാകളി നിഷാദം വന്നു. അവരോഹണത്തിൽ കൈഷികി നിഷാദം. കൈഷികി നിഷാദം, ചതുശ്രുതി ദൈവത, വീണ്ടും കൈഷികി നിഷാദം, പഞ്ചമ, ശുദ്ധമധ്യമ, സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. ഇങ്ങനെയാണ് അതിൻ്റെ സ്വരം. നമ്മളിതെടുക്കുന്നത് ഡിയിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതായിരിക്കുകയില്ല വരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചത് സ്വരം ഇത് തന്നെയാണ്. പക്ഷേ ഡിയിലാകുമ്പോൾ ഒരു കീ കൂടി നമ്മൾ കയറ്റി കേട്ടോ. ഒരു നോട്ട് ഒരു കട്ട കയറ്റി വായിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മളിത് വന്ന് നമുക്കിതെടുത്ത് കാണിച്ചു തരാം. മിസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഇതാണ് നമ്മളിവിടെയാണ് ആരംഭിക്കുന്നത്. ഇത് പ. അപ്പോൾ ആ പാട്ട് ആരംഭിക്കുന്ന ഇങ്ങനെ പ ഇങ്ങനെ വരും. സിയിൽ പിടിക്കുക, ഇവിടെ ഡിയിൽ പിടിക്കുക. ഡിയും എയും ഇംഗ്ലീഷിലുള്ളവർക്കാണ് ഡിയും എയും ആണ് കേട്ടോ.
കഴിയുമ്പോൾ ലിറിക്സിലെ ആരോഹണം അല്ല, ഇത് പല്ലവി ഇത്രയേ ഉള്ളൂ. അനുപല്ലവിയും ശരണവും കീസ് ഒരേ സെയിം കീയിലാണ് പോകുന്നത്, പക്ഷെ ലിറിക്സ് മാത്രമാണ് മാറ്റമുള്ളത്. ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ അവസാനത്തെ ഇത് ഇന്നലെ എന്നുള്ള ഇങ്ങനെ നീട്ടിയാ പോകുന്നത്. ഇങ്ങനെ അപ്പോൾ ഈ പാട്ട് എടുക്കുമ്പോൾ മിസ് ഇത്ര ഇങ്ങനെ വായിച്ച് കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങളിതെടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇന്നലെ എത്ര എടുത്തെന്ന് നോക്കണം. കണ്ടോ, ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലാണ്, മലയാളത്തിലാണെങ്കിൽ സാ പാ പ പിന്നെ കൂരിട്ട് പാ ഇത് കണ്ട, പിന്നെ ഇത് ഡി പിടിച്ചിട്ട് ജിയിലാണ്. അപ്പൊ ഡി കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തത് ഇവിടെ ആയിരുന്നു ഇന്നലെ എന്നുള്ള ഡി എഫ്. അത് കഴിഞ്ഞ് കൂരിൽ ഇതിവിടെ ജിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ നോക്കുമ്പോൾ ഇത് കണ്ട എ കണ്ടിട്ട് 2 എ എടുത്തു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് എടുക്കണം. അതാ ഇതുണ്ട്. പിന്നെ അത് ഇവിടെ 3 എ വരും. 2 എ വന്നിട്ട് പിന്നെ 3 എ എഫ് ഇ ഡി കണ്ട. വീണ്ടും 2 എ പിന്നെ 3 എ ഡിയിൽ വന്നു നിന്ന് വീണ്ടും അത് 2 എ എഫ് ഇ ഡി എന്താ 3 സി ഷാർപ്പ് എടുത്ത് 1 ഡി. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ എന്താ അത്രയാണ് ഇങ്ങനെയാണ് നിങ്ങൾ പാട്ട് എടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇന്നലെ എൻ്റെ നെഞ്ചിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോഴേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ പറ്റിയ കോഡ്സ് നോക്കണ്ടേ നമുക്ക്. നമ്മളിതിനകത്ത് ഈ കീസ് ഉപയോഗിച്ചില്ലല്ലേ, ബാക്കി എല്ലാ കീസും എടുത്തു. അപ്പം നമുക്ക് ഏതൊക്കെ കോഡ്സ് എടുക്കാൻ സാധിക്കും, നമ്മൾ ഈ യൂസ് ചെയ്തല്ലേ. അപ്പോൾ എ നമ്മൾ ഈ പാട്ട് ആരംഭിക്കുക തന്നെ സിയും അല്ല ഡിയും എയുമാണ്. അപ്പം നമുക്ക് ഏത് കോഡ്സ് പിടിക്കാൻ പറ്റും, ഡി മൈനർ കോഡ് പിടിക്കുക. അതേസമയം നമുക്ക് എ മേജർ കോഡ് എടുക്കാം, എഫ് മേജർ കോഡ് എടുക്കാം. ഇത് കണ്ട എഫ് എ സി. നമുക്ക് സി മേജർ കോഡ് എടുക്കാം, ജി മേജർ കോഡ് എടുക്കാം, എ മൈനർ കോഡും എടുക്കാം. ഇങ്ങനെ പല കോഡുകളും ഇതിനെടുക്കാം. അപ്പം വായിച്ചുകൊണ്ട് നിങ്ങളത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുത്തോണം. കാരണം ഓരോ പാട്ടെടുക്കുമ്പോൾ ഡി മേജർ എന്താ
അങ്ങനെ ഓരോ ഇത് വരുമ്പോഴും ഓരോ കോഡ്സുകളും മാറ്റി മാറ്റി നിങ്ങൾ തന്നെ പിടിക്കുക. നമുക്കിനി ബോർഡിൽ മിസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ് പഠിപ്പിക്കുന്ന കോഴ്സ് ഡി ബി ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് ആണ്. ഇങ്ങനെ പിടിച്ചാൽ അത് ബി ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് വരും. അതേസമയം നമുക്കത് ബി ഫ്ലാറ്റ് ഓഗ്മെന്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫിംഗർ എടുത്ത് ഇങ്ങനെ വെച്ചാൽ ബി ഫ്ലാറ്റ് ഓഗ്മെന്റഡ് ആവും. അതിങ്ങനെ പിടിച്ചാൽ ബി ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് ആവും. അപ്പം ബി ഫ്ലാറ്റ് ഓഗ്മെന്റഡ്, ബി ഫ്ലാറ്റ് ഡിമിനിഷ്ഡ്. ഇത് നമ്മൾ ഓർഡറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എയുടെ കംപ്ലീറ്റ് എടുത്തായിരുന്നു കോഴ്സ്, ഇനിയിപ്പോൾ ബിയുടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ബി ഫ്ലാറ്റ് ഡിമെൻഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് മിസ്സിങ്ങനെ എഴുതുമ്പോഴേ പലരും പറയുന്നുണ്ട് മിസ് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. അത് ഇംഗ്ലീഷ് നൊട്ടേഷൻ പഠിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാകുക. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് എഫ് ആണ്. എഫ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇ ആയിട്ടേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എഫ് ഫ്ലാറ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ പിടിക്കുമ്പോൾ ഇത് ഇയിലാണ് പിടിക്കാനുള്ളത്. അതേസമയം ഇത് ഡി ഫ്ലാറ്റ് അറിയാമല്ലോ, സിയുടെ ഷാർപ്പ് നോട്ടിൽ പിടിക്കുക. ഇത് ബി ഫ്ലാറ്റ്, ബിയുടെ ബ്ലാക്ക് നമ്മൾ കൈഷീൻ ഷാന്ന് പറയത്തില്ലേ, അവിടെ പിടിക്കുക. അതാണ്. അപ്പോൾ ഫിംഗർ വന്ന് 1 2 4 അതാണ് ഇതിൻ്റെ. ഇത് ബി ഫ്ലാറ്റ് ഓഗ്മെന്റഡ്. അപ്പോൾ ഓഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ എഫ് ഷാർപ്പ് പിടിക്കുക, ഡി സാധാരണ ഡിയിൽ പിടിക്കുക, ബി ഫ്ലാറ്റ് 1 3 5 ഫിംഗർ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലാകാത്തുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അത് മ്യൂസിക് അങ്ങനെ കുറേ സമയമെടുക്കും. പിന്നെ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Bye bye.